നിങ്ങളുടെ വ്യക്തിയുടെ സീക്രട്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അവരുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ സീക്രട്ട് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് തന്നെ ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവരുടെ ഓർമ്മകൾ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാടധികം അവരുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വെൽവിഷറാണ് അവർ. നിങ്ങൾക്ക് നല്ലത് വരണം, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ടിരിക്കണം. ഈവൻ ഇപ്പോൾ നിങ്ങളൊരു സെപ്പറേഷനിലൊക്കെ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു പിണക്കം വരുമ്പോഴേക്കും ചില റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പിണക്കം വരുമ്പോഴേക്കും എന്താണ് കുറ്റങ്ങളെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ ചൊല്ലി വീണ്ടും പിണക്കം, അങ്ങനെ അല്ലാണ്ട് നിങ്ങളുടെ ഒരു നെഗറ്റീവ്സിനെക്കാട്ടി ഉപരി നിങ്ങൾ കൂടുതലും ഹാപ്പി ആയിട്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിട്ടിരിക്കണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നതാണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഓർമ്മകൾ ഒരുപാടധികമായിട്ട് അവരുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിൽ കൂടിയും അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ അവർ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതലായിട്ടും അവർ ഇൻ കേസ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടിയും അവർ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരു സെപ്പറേഷൻ വന്നു, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി അവരും നിങ്ങളെക്കുറിച്ച് ഓർക്കണില്ലേ, നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവാം, പക്ഷേ അവരും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. സോ ഇപ്പോഴും അവർ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അവർക്കൊരു ഡിസിഷൻ, ഇങ്ങനെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ 7 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ഇപ്പോൾ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഏത് വേയിലൂടെ നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം, മേ ബി നിങ്ങളിലേക്ക് നേരിട്ട് വരണോ അതോ കോൾ ചെയ്യണോ, മെസ്സേജ് ചെയ്യണോ, എങ്ങനെയാണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവേണ്ടത്, അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാക്കാനായിട്ട് ഏത് രീതിയിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യത്തിലായിരിക്കണം മേ ബി അവരുടെ ഒരു കൺഫ്യൂഷൻ എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. സോ 7 ഓഫ് കപ്സിൻ്റെ എനർജി അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അവർ കുറച്ചൊരു കൺഫ്യൂഷൻ അവർക്ക് ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു പേടി പോലെയൊക്കെ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഇനി അവർ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് അവർക്കൊരു ടെൻഷൻ പോലെ ഇവിടെ കാണുന്നുണ്ട്. ഏത് രീതിയിലൂടെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, ഇൻ കേസ് ഇനി കോൺടാക്ട് ചെയ്ത് ആ ഒരു രീതിയിലൂടെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഓർത്തിട്ട് അവർക്ക് നല്ലൊരു ടെൻഷൻ ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് പോലും അവരുടെ മനസ്സിൽ വളരെ ശക്തമായിട്ടുള്ള ഓർമ്മകൾ നിങ്ങളെക്കുറിച്ചുള്ളത് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്തും കിട്ടിയിട്ടുള്ളത്. ഡെവിൽ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട്, അതായത് റിലേഷൻഷിപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ടൈമിൽ, റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഓരോ കാര്യത്തിലും ഓർത്തിട്ട് അവർക്കൊരു സന്തോഷം കണ്ടെത്തക്ക രീതിയിൽ അവർ ആ ഓരോ കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടില്ല നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ തന്നെ ഓർത്തെടുക്കാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണെങ്കിൽ കൂടിയും. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി പറഞ്ഞു ഈ ഒരു സമയത്ത് പോലും അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു ലോസ് അവർക്ക് ഉണ്ടാകുന്നത്, ഒരു നഷ്ടങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ലോസ് അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കണം അവരുടെ ലൈഫിൽ ഇപ്പോൾ. അങ്ങനെ അത്തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. എന്നിരുന്നാലും 4 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഒരു പ്രണയത്തെ കംപ്ലീറ്റ് ആയിട്ട്, എന്ത് തന്നെ നഷ്ടങ്ങൾ സംഭവിച്ചാലും നിങ്ങളുടെ ഒരു പ്രണയത്തെ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി നിങ്ങളെ വിട്ട് കളയാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറല്ല. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എന്തെങ്കിലും പിണക്കം വന്നു, കുറച്ച് സ്മൂത്തായിട്ടല്ല പോകുന്നത്, ഒരു പിണക്കമൊക്കെ വന്നിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടൊരു ചെറിയ പിണക്കങ്ങളൊക്കെ സ്വാഭാവികം, പക്ഷെ എന്നാലും അതൊക്കെ തന്നെ ഓവർകം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ പിണക്കങ്ങളൊന്നും തന്നെ വലിയ കാര്യമായിട്ടൊന്നും ആ ഒരു വ്യക്തി എടുക്കുന്നില്ല. ഇപ്പോൾ ഉള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും അത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യലി എന്തെങ്കിലുമുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ഇപ്പോൾ ചിലരെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നത്. പഴയതുപോലുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു തടസ്സം എന്ന് പറയുന്നത് മേ ബി അതായിരിക്കണം. എന്നിരുന്നാലും നിങ്ങളുടെ പ്രണയത്തെ ഒരുപാട് വാല്യുബിൾ ആയിട്ട് ഭയങ്കര വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവിടെ 4 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ കാർഡിൽ നിന്ന്, ആ ഒരു എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്.
നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് ദ മൂൺ കാർഡ് എനർജി പറയുന്നത് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന അത്തരത്തിലുള്ളൊരു ചിന്തയാണ് അവർക്ക്. ഒരു ചെറിയ സെപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂടുതൽ വലിയൊരു സെപ്പറേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ ഇത് നിങ്ങളുടെ കൂടി എനർജി ആയിരിക്കാം, നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാം. ഈ ഒരു സമയത്ത് ഇനിയൊരു സെപ്പറേഷൻ ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഒക്കെ തന്നെ ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകുന്നത് താങ്ങാനാവുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു എനർജിയാണ് ഇവിടെ മൂൺ കാർഡ് എനർജി പറയുന്നത്. ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് പോലെ നിങ്ങളില്ലാത്ത ഓരോ മൊമെന്റിൽ അവർക്ക് ഭയങ്കര എംതി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു ശൂന്യത ഒരു പോലെ പല കാര്യത്തിലും ചിലപ്പോൾ എൻഗേജ്ഡ് ആവാനായിട്ടുള്ള അവസരങ്ങൾ ചുറ്റിനും ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പല കാര്യത്തിൽ ചിലപ്പോൾ എൻഗേജ്ഡ് ആവാൻ അയാളൊന്ന് ഹാപ്പി ആകത്തക്ക രീതിയിൽ, പക്ഷെ അതൊന്നും തന്നെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ എൻഗേജ്ഡ് ആയിരിക്കുമ്പം പോലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് അലട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് റീഡിങ്ങിലൂടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ ഒരു വെൽവിഷർ ആയിട്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് വാല്യുബിൾ ആയിട്ട് തന്നെ കാണുന്നൊരു വ്യക്തിയാണ്. കറണ്ട് സിറ്റുവേഷനിലും ചിലപ്പോൾ അവർക്കൊരു നിങ്ങളിലേക്ക് എത്താനായിട്ട് സാഹചര്യം ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി പറഞ്ഞതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ലോസ് മാതിരി, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ, അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ അത്തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഇപ്പോൾ വരുത്തിയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മേ ബി അതായിരിക്കണം. എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. നിങ്ങൾക്കും ചിലപ്പോൾ സെയിം എനർജി ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ദ സൺ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എന്തിനാണോ വിഷമിക്കുന്നത് അതൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു കാരണം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. അവർ സീക്രട്ടായിട്ട് പോലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് രാത്രി കാലങ്ങളിൽ പോലും ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്. സോ അത്രത്തോളം ദ മൂൺ കാർഡ് എനർജി പറഞ്ഞതുപോലെ അത്രത്തോളം അവരിപ്പോൾ ഒരു ഡിപ്രഷൻ അങ്ങനെ ഒരു ഫീലാണ് അവർക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഡിസിഷൻ എടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സൺ കാർഡ് എനർജി പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്പർ 17, ലെറ്റർ എഫ്, അതുപോലെ തന്നെ ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മന്ത് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ആർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ക്ലൂ ആണ്. മേ ബി നിങ്ങളുടെ വ്യക്തിയോ ആർട്ടിസ്റ്റ് ആയിരിക്കാം. നമ്പർ 31, ജാനുവരി മന്ത് കിട്ടിയിട്ടുണ്ട്. 31 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ യു കിട്ടിയിട്ടുണ്ടായിരുന്നു. യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്. മേ ബി ഫേവറേറ്റ് കളറായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നൊരു കളറായിരിക്കാം മേ ബി. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ടോക്കറ്റീവ് എന്നുള്ളൊരു ക്ലൂ ആണ് കിട്ടിയിട്ടുള്ളത്. മേ ബി നിങ്ങളുടെ വ്യക്തിയോ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. നമ്പർ 26 കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്പർ 1 ആണ് കേട്ടോ. നമ്പർ 1 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ എന്ന് പറയുന്നത് ടാറ്റു ആർട്ട് എന്നുള്ളതാണ്. മേ ബി ടാറ്റൂസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളവരായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഏപ്രിൽ മന്ത് ആണ്. ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട്. ലവബിൾ എന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ഹെയർ എന്നുള്ളൊരു ക്ലൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിക്കോ ലോങ് ഹെയർ ആയിരിക്കും ഉള്ളത്. ഓക്കെ, നമ്പർ 42 കിട്ടിയിട്ടുണ്ട്. മേ ബി ഏജ് ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് മെയ് മന്ത് ആണ്. മെയ് മന്ത് കിട്ടിയിട്ടുണ്ട്. റിയാക്റ്റീവ് എന്നുള്ളൊരു ക്ലൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേ ബി പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് അതിന് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിയോ. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. മ്യൂസിക് എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. മ്യൂസിക് പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ലെറ്റർ ബി ആണ്. ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്പർ 16 ആണ് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓഗസ്റ്റ് മന്ത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐസ് എന്നുള്ളൊരു ക്ലൂ ആണ് കേട്ടോ. മേ ബി നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടേതോ കണ്ണിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്.